ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഹൗ ടു മേക്ക് ഹെർ തിങ്കിങ് അബൌട്ട് യു ഓൾ ദ ടൈം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ത്രീ എപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമുക്ക് ഓരോരോ പോയിന്റ് വൈസായിട്ട് നോക്കാം. പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ടെൽ ഹെർ ദ റീസൺ വൈ യു ആർ ബിസി എന്നുള്ളതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ബിസി ആകുന്നത് എന്നതിൻ്റെ റീസൺ അവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നതാണ്. എപ്പോഴും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ആവശ്യമാണ്. എപ്പോഴും പുരുഷന്മാർക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് അവരവരുടെ വർക്കിൽ കൂടുതലായിട്ട് മുഴുകുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത്, പുറത്തു പോകുന്ന സമയത്ത് ഒക്കെ അവർ സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം ലവറെ അല്ലെങ്കിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മറന്നു പോകുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ മറന്നു പോകുന്നതല്ല അവിടെ സംഭവിക്കുന്നത്, അവർ അവരുടെ ഉത്തരവാദിത്വം ചെയ്യുന്നതാണ്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പുരുഷന്മാരോടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പ്രസൻസ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ ബിസിയായി പോവുകയാണ് എങ്കിൽ, ഇപ്പോൾ ഒരു അടുത്ത 4 മണിക്കൂറിന് അല്ലെങ്കിൽ അടുത്ത ഒരു 12 മണിക്കൂറിന് നിങ്ങൾക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യാനോ ഒരു മെസ്സേജ് അയക്കാനോ ഒന്നും സാധ്യമല്ല എങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് അവരെ മുൻകൂട്ടി അറിയിക്കുക എന്നതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ 1-2 ദിവസം നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാനോ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനോ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ എന്തെന്ന് അവരോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കും എന്നതാണ്. അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. പലപ്പോഴും ഈ സ്ത്രീകൾക്ക് കുറച്ച് സമയം നിങ്ങളുടെ മെസ്സേജോ അതല്ലെങ്കിൽ നിങ്ങളുടെ കോളോ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എവിടെയാണ് എന്നുള്ള ആ ഒരു ചോദ്യം അവരുടെ ഉള്ളിൽ എപ്പോഴും വരാറുണ്ട്. അവർ ചോദിച്ചാലും ഇല്ലെങ്കിലും എപ്പോഴും അവരുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഈ ചോദ്യത്തിന് അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു മറുപടി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവർക്ക് നല്ല ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായിരിക്കും. എൻ്റെ ഭർത്താവ് എവിടെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കാമുകൻ എവിടെ പോവുകയാണെങ്കിലും എന്നോട് അത് പറയും, വിവരം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് പറയും എന്നുള്ള ആ ഒരു തോന്നൽ അവർക്കുണ്ടായി കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മാത്രമല്ല ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ത്രീ എപ്പോഴും എന്ത് ചെയ്യും, ഈ ഒരു വ്യക്തിയെക്കുറിച്ച്, ഈ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് ചിന്തിക്കും എന്നതാണ്. രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗിവ് ഹെർ എ ഫങ്ഷണൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ എടുത്തുകൊണ്ട് നിങ്ങൾ പുറത്ത് പോയിട്ടൊരു ഫങ്ഷണൽ ഗിഫ്റ്റ് നൽകുക. നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിലിരുന്ന് ജ്യൂസ് കുടിക്കുക, വോട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫങ്ഷണൽ ഗിഫ്റ്റ് അവർക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു മാസത്തിൽ 2-3 തവണയെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു സ്ത്രീ നിങ്ങളെപ്പറ്റി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗോ ഔട്ട് ആൻഡ് ഹാവ് ഫൺ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ പാർക്കിലോ അതല്ലെങ്കിൽ ഗാർഡനിലോ ഒക്കെ ഒന്ന് സന്ദർശിക്കുക എന്നതാണ്. അവരുടെ കൈ പിടിച്ചുകൊണ്ട് പാർക്കിൽ പോവുക, അല്ലെങ്കിൽ ഗാർഡനിൽ പോവുക, അതല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. അവരുമായിട്ട് ആ സ്ഥലത്തിരുന്നു കൊണ്ട് കുറച്ച് സമയം സംസാരിക്കുക. ദാറ്റ് മീൻസ് ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ വീട്ടിൽ നിന്നും വിട്ടുകൊണ്ട് പുറത്ത് ഔട്ട്സൈഡിൽ
ഒരു ക്വാളിറ്റി ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് പല ആളുകളും സിനിമക്ക് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു സിനിമക്ക് പോകുന്നത് നമുക്കൊരു ക്വാളിറ്റി ടൈമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല. കാരണം രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ മുഴുവനായിട്ടും ഫിലിമിലായിരിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മൂമെൻറ്റ്സും ഓർക്കും. ഇപ്പോൾ ഒരു ഫിലിമിന് പോകുന്ന കാര്യങ്ങളൊക്കെ ഓർക്കും. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പാർക്കോ അല്ലെങ്കിൽ ഗാർഡനോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളോ വിസിറ്റ് ചെയ്യുന്നതാണ്. അവിടെ ഇരുന്ന് അല്പസമയം സംസാരിക്കുന്നതാണ് അവർ കൂടുതലായിട്ടും ഓർക്കാൻ സാധ്യതയുള്ളത്. നാലാമതായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്ക് ഹെർ ഫീൽ ക്യൂട്ട് എന്നതാണ്. ഓക്കെ, അവർക്ക് അത്തരത്തിലുള്ള ഒരു ചിന്തയുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക എന്നതാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി അതല്ലെങ്കിൽ നിങ്ങളുടെ വൈഫുമായിട്ട് നിങ്ങൾ പുറത്തൊരു പർച്ചേസിങ്ങിന് പോവുകയാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഡ്രസ്സ് ഇട്ടാൽ നീ ഒന്നുകൂടി ക്യൂട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് നിനക്ക് ഒന്നുകൂടി ചേരും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് തന്നെ സ്വയം ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവുകയും ആ കാരണത്താൽ അവർ എപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കും എന്നതുമാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു സമയത്ത് പറഞ്ഞാൽ പോരാ, നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴെല്ലാം മേക്ക് ഹെർ ഫീൽ ക്യൂട്ട് എന്നുള്ള രീതിയിൽ ചില സംഭാഷണങ്ങൾ നടത്തുക, ചില വേർഡ്സുകൾ നമ്മുടെ ആശയവിനിമയത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഞ്ചാമതായിട്ട് നിങ്ങളെ എപ്പോഴും ഓർക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് ഗിവ് ഹെർ സംതിങ് സ്പെഷ്യൽ എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയൊരു റിങ്, അതല്ലെങ്കിൽ ചെറിയൊരു വാച്ച്, ഓക്കെ, വലുത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നിങ്ങൾ അവർക്ക് നൽകുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു റിങ് ആണെങ്കിൽ അത് അവരുടെ കയ്യിൽ, കൈയിൻ്റെ വിരലിൽ എപ്പോഴും കിടക്കുന്നുണ്ടായിരിക്കും. അതുപോലെ വാച്ചാണെങ്കിൽ അവരതെപ്പോഴും യൂസ് ചെയ്യും. എസ്പെഷ്യലി നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുക. അവരെപ്പോഴും ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിൽ അവർ ആ വസ്തു ഉപയോഗിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, ഒരു വാച്ചാണെന്ന് സങ്കല്പിക്കുക. ആ വാച്ച് അവർ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നിങ്ങളെപ്പറ്റി ചിന്തിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് ഗിവ് ഹെർ സംതിങ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. ആറാമതായിട്ട് അവർക്ക് നൽകേണ്ടത് കുറച്ച് റൊമാൻറ്റിക് മൂമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നല്ല നല്ല റൊമാൻറ്റിക് മൂമെൻറ്റ്സ് നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു സെക്ച്വലി ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ല, അതുകൂടാതെ അൺസെക്ച്വൽ എക്സ്പ്രഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന സമയത്ത് അവരുടെ ഫേസിലോട്ട് നോക്കിയിരിക്കുക, അതല്ലെങ്കിൽ അവരുടെ കണ്ണുകളിലോട്ട് അറ്റൻഷൻ കൊടുക്കുക. അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അവരുടെ ഭംഗി നമ്മൾ ആസ്വദിക്കുക. അതുപോലെ തൊട്ടടുത്തിരിക്കുന്ന സമയത്ത് പതിയെ അവരുടെ കൈ എടുത്തുകൊണ്ട് നമ്മുടെ കൈകളിൽ വെച്ചുകൊണ്ട് അവരുടെ കൈ പതിയെ തലോടി കൊടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ മൂമെൻറ്റ്സുകൾ, ചെറിയ ചെറിയ തലോടലുകളും ചെറിയ ചെറിയ രീതിയിലുള്ള ടച്ചിങ്സുകളും അവരൊരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കിസ്, പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് പോയിട്ട് ഒരു കിസ് കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് അവരെപ്പോഴും ഓർക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ റൊമാൻറ്റിക് മൂവ്മെൻറ്റ്സ് എപ്പോഴും നമ്മുടെ പാർട്ട്ണർക്ക് നൽകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവർ എപ്പോഴും നമ്മളെപ്പറ്റി ചിന്തിക്കും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇനി ഏഴാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മളെപ്പോഴും പ്രോമിസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും വെറുതെ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ഒക്കെ പ്രോമിസ് ചെയ്യുന്ന ഒരു സ്വഭാവം പുരുഷന്മാരിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ പ്രോമിസ് ചെയ്യുന്നത് അത് നമ്മൾ പാലിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം. അത് എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞതാണെങ്കിൽ ആ പ്രോമിസ് പാലിക്കുക. അതല്ല നമ്മുടെ ശീലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താം എന്നാണ് നമ്മൾ വാക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോമിസ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എപ്പോഴും ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ പാർട്ട്ണർ ചിന്തിച്ചു കൊണ്ടിരിക്കും
എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ബോണസായിട്ട് ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. അതുപോലെ തന്നെ ലൈഫിനെ കുറിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയെ, ഒരു ജെന്റിൽമാനെ എപ്പോഴും ഒരു സ്ത്രീ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. പലപ്പോഴും പല റിലേഷൻഷിപ്പും തകരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി, ലൈഫിനെ കുറിച്ചുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പുരുഷന്മാരെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കുന്നതിൽ വളരെയധികം റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന വ്യക്തികളെ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പാർട്ട്ണർ നമ്മളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ 7 പോയിൻറ്റും പ്ലസ് ബോണസായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു പോയിൻറ്റും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, വളരെ സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ഓൾ വീഡിയോസ്.